എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ദീപാവലി ആയിട്ട് ഞാനൊരു സ്വീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഒരുപാട് സ്വീറ്റ്സ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്. അതായത് ഒരു പുഡിംഗ്, മിൽക്ക് പുഡിംഗ്. പുഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പുഡിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പുഡിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, പക്ഷെ പവർഫുൾ ആണ്. അതായത് അഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ഗ്രാസും അതുപോലെ തന്നെ ജെലാറ്റിനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിൾ വേയിൽ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. അതേ ടേസ്റ്റോട് കൂടി നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഹെൽത്തി ആണ്, ഈസിയാണ്. അതിൽ നമുക്ക് വേണ്ടത് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറബിക് പുഡിംഗ് ആണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നേരാക്കി നോക്കുക. അതിനുശേഷം അതിനോട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ സമയം നിശ്ചയിച്ചത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ എല്ലാ ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 1:30 ദുബായ് സമയത്ത് ആണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നാട്ടിലത്തെ സമയമാണെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പുഡിംഗ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, വീനാസ് കറിവിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ട് 1.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഞാനിന്ന് ഉപയോഗിക്കാൻ പോകുന്ന പാലിൻ്റെ അളവ് 2 ഗ്ലാസ് ആണ്. അപ്പോൾ അതിലാദ്യം 1.5 ഗ്ലാസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. 240 ml ഗ്ലാസ്സിൽ ഞാൻ 1.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 250 ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി വീണ്ടും 1/2 ഗ്ലാസ് പാല് ഒരു ഗ്ലാസ്സിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ നൈസായിട്ടുള്ള അരിപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഒത്തൻറ്റിക് ആയിട്ട് നമ്മൾ ഈ റെസിപ്പി ചെയ്യുമ്പോൾ കോൺഫ്ലവർ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 3 ടേബിൾ സ്പൂൺ. ഒരുപാട് കോൺഫ്ലവർ ആയി കഴിഞ്ഞാൽ ഈ പുഡിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര കട്ടിയിലായിട്ട് മാറും. അതുകൊണ്ട് എപ്പോഴും കോൺഫ്ലവറിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ 1/2 ഗ്ലാസ് പാലിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണാണ്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലത്തെ കട്ട കംപ്ലീറ്റ് നമുക്ക് ഉടച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് നമ്മുടെ ഈ പാലിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക. അരിപ്പൊടി വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് അറിയുന്നില്ല. ഇനി ഒരു 250 ml ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ 1 ഗ്ലാസും കൂടെ എക്സ്ട്രാ പാല് ചേർത്ത് കൊടുത്താൽ മതി. ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട പാലിൻ്റെ അളവ് 3 ഗ്ലാസ്, അതല്ലെങ്കിൽ 2 ഗ്ലാസ്. 250 ml വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് ക്രീം വേണമെങ്കിലും ചേർക്കാം. അതായത് കുക്കിംഗ് ക്രീം ആണെങ്കിലും അല്ലെങ്കിൽ ഡബിൾ ക്രീം, സിംഗിൾ ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്രീമുകൾ അവൈലബിൾ ആണല്ലോ. അത് ഏത് ക്രീം വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ സാധാരണ അമൂലിൻ്റെ ക്രീം ഇല്ലേ, അത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ജസ്റ്റ് ഒരു അരിപ്പയിൽ കൂടെ ഒഴിച്ചതിന് ശേഷം, കാരണം എന്തെങ്കിലും കട്ടയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഒരു അരിപ്പയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷെ കട്ടയൊന്നുമില്ല. ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് ഈ പാലിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ പറഞ്ഞ പോലെ ഞാനിവിടെ അൽമറായിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഏത് ക്രീം വേണമെങ്കിലും ഉപയോഗിക്കാം. 250 ml. ക്രീമില്ലാതെ ഇപ്പോൾ നാൻസീനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നു. അതും നന്നായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ക്രീം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് മാത്രം. അപ്പോൾ മൊത്തത്തിൽ 250 ml ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് പഞ്ചസാരയാണ്. അത് പഞ്ചസാരയുടെ അളവ് ഡിപ്പെൻസ് കേട്ടോ, ഓരോരുത്തർക്കും മാറ്റങ്ങൾ വരും. ഇപ്പം ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. നോക്കാം, എന്നിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. മധുരം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ണടച്ച് കൊടുക്കുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ് അറബിക് പുഡിങ്. ഇനി ഇതിലോട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്പം എന്ന് പറഞ്ഞാൽ അല്പം മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, ഒരുപാടായി കഴിഞ്ഞാൽ ശരിയാവില്ല. ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഓക്കെ, ഞാൻ മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. കാരണം കണ്ടിന്യൂസ് ആയി ഇളക്കിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേർത്തിരിക്കുന്ന കോൺഫ്ലവർ താഴെ അങ്ങ് അടിയും, അതുപോലെ അടി പിടിക്കാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് ഒരു 10 മിനിറ്റോളം വേണ്ടി വരും മിക്കവാറും ഇത് നല്ല തിക്കായിട്ട് വരാൻ. അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതിൽ അവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഒത്തൻറ്റിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ബ്ലോസം വാട്ടർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ റോസ് വാട്ടർ. പക്ഷേ ഇത് രണ്ടും ഞാനിവിടെ ചേർക്കുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും കുറച്ച് പോർഷൻ എടുത്തിട്ട് ഞാൻ ബ്ലോസം വാട്ടർ എടുത്ത് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഒരു വാസന ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വാനില എസൻസാണ് ഒഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഏത് എസൻസ് വേണമെങ്കിലും ഒഴിക്കാം. അതായത് സ്ട്രോബെറി ആണെങ്കിൽ സ്ട്രോബെറി ആക്കാം, അതല്ലെങ്കിൽ പൈനാപ്പിൾ ഒഴിക്കാം, മാംഗോ ഒഴിക്കാം, ഏത് രീതിയിലും നമുക്ക് മാറ്റാം.
അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. പക്ഷേ ഒത്തൻറ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഓറഞ്ച് ബ്ലോസം വാട്ടർ ഓർ റോസ് വാട്ടറാണ് ഉപയോഗിക്കേണ്ടത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റാണ് കഴിഞ്ഞിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് കൂടെ മതിയാകും. പിന്നെ കൺസിസ്റ്റൻസി കണ്ട. നമുക്കിനി ഇത് അവസാനം ഒരു അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. ഈ പറഞ്ഞ പോലെ കോൺഫ്ലോറിൻ്റെ എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ നമ്മൾ പുഡിങ് കഴിക്കുമ്പോൾ നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഒരുപാട് അങ്ങ് തിക്കായി കഴിഞ്ഞാൽ പുഡിങ് നന്നായിട്ടുണ്ടാവില്ല. ഓക്കെ, സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവം, അതായത് നമ്മുടെ കയ്യിലിൻ്റെ ബാക്ക് സൈഡിൽ പിന്നെ വരയ്ക്കാൻ പറ്റണം. അതാണ് എൻ്റെ പരുവം. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു കുറുക്കിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞത് എന്താ കുറുക്കാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഇപ്പോൾ വലിയ ടേസ്റ്റ് തോന്നിയില്ല. പക്ഷേ നമ്മൾ മൊത്തത്തിൽ അവസാനത്തെ ടേസ്റ്റിങ്ങിലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാം. അപ്പോൾ മധുരം നോക്കിയിട്ട് താല്പര്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം, അത് മറക്കരുത്. ഇനി നമുക്കിതിലോട്ട് അവസാനമായിട്ട് എസൻസ് ചേർക്കാം. ഓറഞ്ച് ബ്ലോസം വാട്ടർ ഈ റെസിപ്പി ചെയ്യാനായി ഞാൻ വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഇതിൻ്റെ വാസന, അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം. ഓറഞ്ച് ബ്ലോസം വാട്ടർ എന്നാണ് ഇതിൻ്റെ പേര്. ഞാനിപ്പോൾ വാനില എസൻസ് ആണ് എനിക്ക് ചേർക്കാൻ പോകുന്നത്. വാനില എസൻസ് ഒരുപാടൊന്നും വേണ്ട, ആവശ്യത്തിനനുസരിച്ച് 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പണ്ട് വാനില പാനക്കോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെയൊക്കെ തന്നെയുണ്ട്. ആ ഒരു ടേസ്റ്റിൽ എന്നാൽ പോലും ഏകദേശം സിമിലർ ആണ്. നമുക്കിനി ഇത് അരിപ്പയിൽ കൂടെ അരിച്ച് ഇതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇത് മെറ്റലിൻ്റെ അരിപ്പയാണ് കേട്ടോ. കോൺഫ്ലോർ നന്നായി കുക്കാവണം. കുക്കായിട്ടില്ലെങ്കിൽ ഒരു കോൺഫ്ലോറിൻ്റെ ഒരു പച്ചച്ചോവ ഉണ്ടാവും, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം. എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ അങ്ങ് അരിച്ച് ഒഴിക്കുക. അപ്പോൾ ചൂടോടുകൂടി ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണിത് സെറ്റ് ചെയ്യേണ്ടത് അതിലോട്ടങ്ങ് ഒഴിച്ച് വെക്കാം. എന്നിട്ട് ഒരുപാട് ചൂടോടുകൂടി നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. കുറച്ച് ചൂടാറി റൂം ടെമ്പറേച്ചറിലോട്ട് വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചത് സെറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്കുള്ള മുകളിലേക്കുള്ള ഗ്ലേസിങ്, ഓറഞ്ച് ഗ്ലേസിങ് ആണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓറഞ്ച് അല്ലെങ്കിൽ സ്ട്രോബെറി ചെയ്യാം, അതുപോലെ തന്നെ പൈനാപ്പിൾ ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം പാഷൻ ഫ്രൂട്ടാണ്. ഇങ്ങനത്തെയൊക്കെ പുഡിങ്ങിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടം പാഷൻ ഫ്രൂട്ടാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് പാഷൻ ഫ്രൂട്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ ഓറഞ്ച് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലൊരു പാട പോലെ വരും. ഇനി നമുക്ക് ഓരോരോ ഗ്ലാസ്സുകളിലോട്ട് പകർത്താം. ഏതിലാണ് നിങ്ങൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്ലാസ്സിലോട്ട്. ആദ്യം തന്നെ ഞാനൊരു സ്റ്റീൽ ഗ്ലാസ്സിലോട്ടാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. സ്റ്റീൽ ഗ്ലാസ് വഴി നമ്മൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ പോകുന്ന ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ് എടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ പുഡിങ്ങൊക്കെ സെർവ് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ചെറിയൊരു എമൗണ്ടിലാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലോട്ട് ഇത്രയും ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. വൈറ്റ് പോർഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. ചൂടോടുകൂടി ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ പുഡിങ് ഗ്ലാസ്സുകളിലോട്ട് ആക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ താഴെ പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഫണലുണ്ടെങ്കിൽ അങ്ങനെ വെച്ചും ചെയ്യാം കേട്ടോ. ഞാൻ ഇത്രയും ചെറിയ മൗണ്ടിലോട്ടാണ് ആക്കിയിരിക്കുന്നത് കേട്ടോ. തണുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. ഇപ്പോൾ ചെറിയ പോർഷനായിട്ട് നമ്മളിതിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ഇത് ചൂടാറിക്കോളും. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവുന്ന ഒരു പുഡിംഗ് ആണ്. പിന്നെ മേലത്തെ ഒഴിക്കുന്ന ഗ്ലേസ് നമുക്ക് അതിന് ശേഷം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഗ്ലേസ് ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത്. അത് ഇത് സെറ്റായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിൽക്ക് പുഡിംഗ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് സെക്കൻഡ് ലെയർ ഉണ്ടാക്കാം, അതായത് ഓറഞ്ച് ഗ്ലേസ്. അതിനുവേണ്ടി ഞാനിവിടെ ഒട്ടും വെള്ളം ചേർക്കാത്ത ഓറഞ്ച് ജ്യൂസ് 1 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിക്കേണ്ട, 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് ബാക്കിയെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചുള്ള ജ്യൂസിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ, വലിയ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ, 1 ടീസ്പൂൺ മാത്രം കോൺഫ്ലോർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ ഒരു നല്ല ഗ്ലേസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. ഒരുപാട് ചേർക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നായി മിക്സ് ആയിട്ടുണ്ട്. അത് നമ്മുടെ ഓറഞ്ച് ജ്യൂസിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹണി കൺസിസ്റ്റൻസി കേട്ടോ, ഒരു തേനിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന വരെ നമുക്ക് ഇതങ്ങ് കുറുക്കിയെടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ മറക്കരുത്. മീഡിയം ചൂടിൽ മാത്രം വെക്കാൻ പാടുള്ളൂ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓറഞ്ച് ജ്യൂസിന് പകരമായിട്ട് പൈനാപ്പിൾ ജ്യൂസോ സ്ട്രോബെറിയോ
എന്താണ് നിങ്ങളുടെ അടുത്തുള്ള മാംഗോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിക്കാം. പക്ഷേ പുളിയുള്ള ഫ്രൂട്ട് ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോഴാണ് ആ മധുരവും പുളിയും തമ്മിലുള്ള കോമ്പിനേഷൻ അടിപൊളിയാവുള്ളൂ കേട്ടോ. അപ്പോൾ കയ്പില്ലാണ്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതുകൊണ്ട് വീണ്ടും ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നിട്ടില്ല. ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. മാത്രമല്ല ഇതിൽ കുരുവോടുകൂടി അടിക്കാൻ പാടില്ല. കുരുവോടുകൂടി ഓറഞ്ച് അടിച്ചു കഴിഞ്ഞാൽ ഓറഞ്ച് ജ്യൂസിന് നല്ല കയ്പിരസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് ആ വീഡിയോ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം, അല്ലെങ്കിൽ മേലെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസിൻ്റെ വീഡിയോ കാണാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരുപാട് തിക്കാവില്ല കേട്ടോ, ഒരു ഹണി കൺസിസ്റ്റൻസി ആവുള്ളൂ. ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കണം. പിന്നെ അത് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസും ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഒരു ഹണി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ആവാൻ തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. തണുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കുക. ഒരുപാട് കട്ടയാവില്ല. ഈ ഒരു പരുവത്തിൽ എടുക്കണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരുപാട് കട്ടയായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒഴിക്കാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ നമ്മുടെ ഓറഞ്ച് ഗ്ലേസിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെ, മനസ്സിലായല്ലോ. അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിലിപ്പോൾ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ല. അതുകൊണ്ട് നമുക്കിനി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ മേലെ കൂടെ പതുക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് പുഡിങ് നമ്മൾ തണുപ്പ് വെച്ച് വെച്ചിരിക്കുന്ന പുഡിങ് പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം ഈ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും സെറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇത് സെറ്റ് ആവാൻ ഒരു 4-5 മണിക്കൂറൊക്കെ വേണ്ടി വരും. അപ്പോൾ നൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പുഡിങ് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഈ പുഡിങ് മാത്രം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മതിയാവും കേട്ടോ സെറ്റായി കിട്ടാൻ. ഇത് കണ്ടില്ലേ, 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ ഓറഞ്ച് ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. ഓറഞ്ച് ഗ്ലേസ് ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ. ആ ടോപ്പിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത്ര മതിയാകും. ഓക്കെ, ഇതുപോലെ തന്നെ മൊത്തം പുഡിങ്ങിൽ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൽ വേറെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാസനയൊന്നും ഇതിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ വേറെ ഒന്നും വെച്ചിട്ടില്ല, ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡിമണി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുവരാം. അതിനുശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഓറഞ്ചിൻ്റെ ജ്യൂസിന് നല്ല പുളി ഉണ്ടായിരിക്കണം കേട്ടോ. പുളിയുള്ള ഓറഞ്ചാണ് നന്നായിട്ടുണ്ടാവുക, കാരണം നമ്മുടെ മധുരവും പുളിയാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓറഞ്ചിന് പുളി ഇല്ലെങ്കിൽ അല്പം ചെറുനാരങ്ങ നീര് ഒഴിക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പുഡിങ് ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ മേലെ കുറച്ച് പിസ്ത കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അനാറ്, അതായത് മാതളത്തിൻ്റെ അല്ലി ഇട്ടിട്ടുണ്ട്. അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ, അതൊന്നും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ സ്റ്റേജ് ഇരിക്കുക. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരം വെയിലത്തൊക്കെ വെച്ചായിരുന്നു, ചെറുതായിട്ടൊന്ന് ഉരുകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇങ്ങനെ എടുക്കണം, അതായത് താഴെ വൈറ്റ് പാർട്ട്, മേലെ ഓറഞ്ചിൻ്റെ ഗ്ലേസ്. അപ്പോൾ ഒരു പിടി പിടിക്കട്ടെ, ഇങ്ങനെ ഒരു വിഗ്ലി ആയിട്ടാണ് ഇരിക്കുന്നത് സംഭവം. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. അപ്പോൾ ഈ പുളിയും മധുരവും എന്നുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം. അരേ വാ, അടിപൊളിയുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് റെസിപ്പി കേട്ടപ്പം സംശയം ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടാവും എന്നൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ സംഭവം കുശാലായിട്ടുണ്ട്. ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായല്ലോ. അഗർ-അഗറും ജെലാറ്റിനും ഇല്ലാതെ എങ്ങനെയാണ് പുഡിംഗ് തയ്യാറാക്കാൻ പറ്റുമെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു അടിപൊളി ദീപാവലി ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഷാജി കൈലാസ് ഡയറക്ടർ അല്ലേ, അഭിനയിക്കുന്ന ആളല്ലല്ലോ. പുള്ളിയല്ലേ ഇതൊക്കെ ഡയറക്റ്റ് ചെയ്യണം, ഇങ്ങനെ ലൈറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ തിളക്കി. ഇതില് ചെറിയ സ്പൂണൊന്നും കിട്ടില്ല എന്റെ ഭാര്യ. വേറെ തരാ, തീരെ കുഞ്ഞു സ്പൂൺ തന്നെ. ഇതിങ്ങനെ അങ്ങോട്ട് കൂടെ ഒഴുകുണ്ട് അല്ലേ. ഒരു ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതിവിടെ ഈ ബുഫൊക്കെ പോകുമ്പോണ്ടാവും. ഇത്രയല്ല, ഇത്ര ഉണ്ടാവില്ല, കുഞ്ഞി പാത്രത്തിൽ. അതായിരിക്കും നല്ലത്, കുഞ്ഞു 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 ദിവസമായിട്ട്. പക്ഷെ 5-6 കഴിക്കണം. ഈ പുളി കൂടിയാല് പല്ലൊഴിക്കും. കറക്റ്റ് പുളിയല്ലേ? അല്ല, അതിന്റെ അളവ് കൂടിയല്ലേ. എന്നെ പോലെ ഫ്ലൂറോസിസ് ഒക്കെ ഉള്ള ആള്
കോൺഫ്ലോർ ഞാൻ ലോക്കൽസിന്റെ അറബിക് ബ്ലോഗിൽ നോക്കി ചെയ്തതാ. അപ്പൊ അവര് പറയുന്നുണ്ട് ഒത്തന്റിക് ആയിട്ട് കോൺഫ്ലോർ ആണ്, പക്ഷെ വേണമെങ്കിൽ റൈസ് ഫ്ലോറും കൂടെ വേണമെങ്കിൽ ചേർക്കാം. അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ എനിക്കറിയില്ല. അരിപ്പൊടി നമ്മൾ എന്തായാലും കോൺഫ്ലോർ ഇടുന്നുള്ളൂ. അല്ല, കുറേ പേര് ചോദിക്കാറുണ്ട് ഈ അഗർ-അഗറും ജലാറ്റിനൊന്നും ഇല്ലാണ്ട് പുഡിങ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല, ഏതൊരു കൊച്ചിനും ചെയ്യാൻ പറ്റും. 10 മിനിറ്റിന്റെ കാര്യമുള്ളൂ. ഈസി പീസി. 10 മിനിറ്റ് ഇളക്കി ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ വേണമെങ്കിൽ മേലത്തെ ലെയർ വേണമെങ്കിൽ വീണ്ടും ഓറഞ്ച് ജ്യൂസിൽ ചെയ്യാം. ഏത് ജ്യൂസിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഓറഞ്ച് ഫ്ലേവറാണ് എടുത്തേക്കുന്നത്. പൈനാപ്പിൾ ചെയ്യാം, മാംഗോ ചെയ്യാം, പാഷൻ ഫ്രൂട്ടാണ് ഏറ്റവും നന്നായിട്ട് ആവുക. അത് മാത്രമല്ലടാ, ഇതിൻ്റെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഓറഞ്ച് ബ്ലോസം എന്ന് പറഞ്ഞ വാട്ടറാണ് അവർ ഒഴിക്കുന്നത്. ഞാൻ ഇന്നലെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? അപ്പം അവി പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. എല്ലാം വീട്ടിൽ കടുവയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് അല്ലേ.